ഹലോ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററാണ്. ഇത് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്കാണ്, പക്ഷേ നമ്മുടെ കണ്ടൻറ്റൊക്കെ സെയിം തന്നെയാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ ഫിനോമിനയാണ് അല്ലേ. ലൈറ്റ് കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് റോഡിൽ കുറച്ച് വെള്ളം ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവും അല്ലേ. അങ്ങനെ അത് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നല്ല ചൂടുള്ള സമയത്താണ് നമുക്കങ്ങനെ തോന്നാറ്. അത് മഴക്കാലമൊന്നും ആയിരിക്കണം എന്നില്ല. അപ്പോൾ റോഡിലേക്ക് നോക്കുമ്പം അവിടെ വെള്ളം ഇങ്ങനെ മറിഞ്ഞിട്ട് അല്ലേ, വെള്ളം നിരന്ന് ഒഴുകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല അല്ലേ. ഇതിനെയാണ് നമ്മൾ മിറാഷ് എന്ന് പറയുന്നത്. അത് നമ്മൾ കുറച്ചങ്ങോട്ട് എത്തുമ്പം എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഗ്ലാസ്സിൽ ലെമണേഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാരണ വെള്ളം എടുത്താൽ മതിയാവും. അതിൽ നമ്മളൊരു പെൻസിലോ പേനയോ ഈവൻ സ്പൂണോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബെൻഡ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇവിടെ ഒരു വളവ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്തില്ല, അവിടെ പെൻസിലിന് വളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബെൻഡ് ഉണ്ടായത് എന്നുള്ള കാര്യം ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, we see an object when the light falling on the objects get reflected and falls on our eyes. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഈ ഗ്ലാസും ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ബൾബോ സണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇവിടെ വന്ന് വീണ് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാം അല്ലേ. അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. Don't you think the light rays reflected from the straw dipped in lemonade travel through different mediums before they reach our eyes? അതായത് ഈ മുങ്ങിയിരിക്കുന്ന ഭാഗത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നതെങ്കിൽ അത് വെള്ളത്തിലേക്കൂടിയും ട്രാവൽ ചെയ്യുന്നുണ്ട്, എയറിലേക്കൂടിയും ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് മീഡിയം ഇവിടെ വരുന്നുണ്ട്. എയർ മാത്രമല്ല, അല്ലെങ്കിൽ വെള്ളം മാത്രമല്ല, വെള്ളവും എയറും, അങ്ങനെ രണ്ട് മീഡിയ അവിടെ വരുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതേപോലെ ഒരു എക്സ്പെരിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതുപോലൊരു ട്രഫിൽ നമ്മൾ വെള്ളം നിറക്കുന്നു, അതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്മോക്ക് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു ലേസർ ടോർച്ച് അടിച്ച് ലേസർ ലൈറ്റിൻ്റെ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേസർ എങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്? എയറിന്ന് സ്മോക്കിലേക്ക് ട്രാവൽ ചെയ്യും, എന്നിട്ട് വെള്ളത്തിലേക്ക് ട്രാവൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 3 മീഡിയം വന്നിട്ടുണ്ട്. എയർ ഉണ്ട്, സ്മോക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 മീഡിയം വന്നു അല്ലേ. അപ്പോൾ വിച്ച് ആർ ദ മീഡിയംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 മീഡിയവും വന്നു. ഇനി നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലൈറ്റ് റേസിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ് ശരിക്ക്. ലൈറ്റ് റേസ് ഓൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. റെക്റ്റിലീനിയർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെക്റ്റിലീനിയർ പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ അതിനാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കിയേ, ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് റേസ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേസ് ബെൻഡ് ചെയ്യുന്നു. കണ്ടോ ഇവിടെ ഒരു ബെൻഡ് വന്നത്. ബെൻഡിന് നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ദർ ഈസ് എ ഡീവിയേഷൻ. നേരെ പോകുന്നതിൽ നിന്ന് ഒരു വ്യത്യാസം വന്നു, അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുക അല്ലേ. അപ്പം അതിൻ്റെ ഡയറക്ഷനിൽ ഒരു ഡീവിയേഷൻ വന്നു. ഓക്കെ, സോ വിൽ ദർ ബി എ ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി? നമ്മൾ ഈ സെയിം എക്സ്പെരിമെൻറ്റ് തന്നെ ഒരു
സെയിം ലേസർ ടോർച്ച് ഉപയോഗിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് കാണുന്നില്ല? അങ്ങനെയുള്ള ഒരു ഡീവിയേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഈ കേസിലെ ലൈറ്റ് റേയുടെ മാത്രം ഡയഗ്രാമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചത് കേട്ടോ. ഇവിടെ ഇപ്പോൾ എയറിൻ്റെയും വാട്ടറിൻ്റെയും മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ സ്മോക്കും കൂടി വരുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, അതായത് ഇവിടെ ഒരു വളവ് ഈ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്കിയേ, ഇവിടെ വളവ് നമുക്ക് കാണുന്നില്ല. അതായത് ദർ ഈസ് നോ ഡീവിയേഷൻ അല്ലേ. അതായത് പെർപെൻഡിക്കുലറായി ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ഇൻസിഡൻസിന് ഡീവിയേഷൻ കാണിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇനി when a light ray travels through single medium, the path of light will be a straight line അല്ലേ. അതായത് മീഡിയത്തിൽ ചേഞ്ചൊന്നുമില്ലാതെ ഒരേ മെറ്റീരിയലിലേക്ക് കൂടി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ലൈറ്റ് റേയുടെ പാത്ത്. ഇനി എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഈ ഡീവിയേഷൻ എവിടെയാണ് വരുന്നത്? സർഫസ് ഓഫ് സെപ്പറേഷൻ. അതായത് ഇവിടെ രണ്ട് മീഡിയം വരുമ്പോഴാണ് ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഒറ്റൊരു മീഡിയം ഉള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണ നമ്മൾ സ്ട്രെയിറ്റ് റോഡിലേക്കൂടെ ട്രാവൽ ചെയ്ത് പോകുന്ന പോലെ സുഖമായിട്ടങ്ങ് പോകും. പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ നടന്ന് പോയി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നമുക്ക് അത്ര സ്മൂത്തായി ഇറങ്ങാൻ പറ്റില്ല അല്ലേ. കാരണം എയറിലേക്കൂടെ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വാട്ടറിലേക്കൂടെ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമ്മൾ വാട്ടറിലേക്കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പോയ അതേപോലെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ പാത്തിലൊരു ഡീവിയേഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പം ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിലും അതേപോലെ നമ്മുടെ സ്പീഡും കുറയും. നമ്മൾ എയറിലേക്കൂടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്പീഡ് വാട്ടറിലേക്കൂടെ നടക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അതേപോലെ ചിന്തിച്ചാൽ മതി. ഓക്കെ, so a ray of light undergoes a deviation at the surface of separation when it enters obliquely from one medium to another. ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്ലിക്ലി, അതായത് ചെരിഞ്ഞിട്ട് വീഴുന്ന സമയത്താണ് എന്തുള്ളത്? ഇങ്ങനെ ഒരു ഡീവിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമലായി വരുന്ന സമയത്ത് അവിടെ ഡീവിയേഷൻ കാണാനില്ല. ഓക്കെ, അപ്പോൾ ദർ ഈസ് നോ ഡീവിയേഷൻ if there will be no deviation if the path of ray of light incident is normally. Okay, അപ്പോൾ നമുക്കിപ്പോൾ എന്താ മനസ്സിലായത്? ഒരു സെറ്റ് ഓഫ് മീഡിയ അല്ലെങ്കിൽ രണ്ട് മീഡിയം ഉണ്ടെങ്കിൽ ലൈറ്റ് റേ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ പാത്തിലൊരു ഡീവിയേഷൻ ഉണ്ട്. അത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് ഡീവിയേഷൻ? ഈ ഡീവിയേഷൻ്റെ കോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു കാറ് ഒരു റോഡിലേക്കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? ഈ സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പാത്തിലൊരു ചേഞ്ചും വന്നു. അതായത് സുഖമായി അതിന് ഇതേപോലെ അങ്ങ് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുവാണ്. കാരണം ഈ സർഫസ് റഫാണ്. കുറച്ചൊരു വ്യത്യാസം എന്തായാലും വരുമല്ലോ, സ്മൂത്ത് അല്ലല്ലോ, നമുക്ക് വിചാരിച്ച പോലെ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു വളവ് വന്നു, അതായത് ഡീവിയേഷൻ വന്നു. അതുമാത്രമല്ല ഇത് റഫ് സർഫസ് ആയതുകൊണ്ട് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. ഇനി തിരിച്ചു വേണമെങ്കിൽ പറയാം കേട്ടോ, റഫ് സർഫസിൽ നിന്ന് സ്മൂത്ത് സർഫസിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കൂടും. നമുക്ക് ഇവിടുന്ന് സുഖമായി വണ്ടി ഓടിക്കാമല്ലോ, ഇവിടുന്ന് അത്ര സുഖമായി വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചും പറയാം കേട്ടോ, സ്മൂത്ത് നിന്ന് റഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയും, റഫ് നിന്ന് സ്മൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും. ഓക്കെ, the change in direction is caused by change in speed of the car as it moves from one surface to another. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പാത്ത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു? ചേഞ്ച് ഇൻ സ്പീഡാണല്ലേ, ചേഞ്ച് ഇൻ സ്പീഡാണ്. ഇതേ കാര്യം തന്നെയാണ് ലൈറ്റ് റേസിൻ്റെ കാര്യത്തിലും നടക്കുന്നത്. ഓക്കെ, ലൈറ്റ് നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. വാട്ടർ എന്ന് പറയുമ്പം കുറച്ച് കട്ടി കൂടിയ പോലെയല്ലേ എയറിനേക്കാളും. അതേസമയം ഇപ്പം വാട്ടറുമായി ഗ്ലാസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് സോളിഡ്, കുറച്ചുകൂടി കട്ടി കൂടി, അങ്ങനെ നമുക്ക് മനസ്സിൽ ചിന്തിക്കാമല്ലോ. അപ്പോൾ കട്ടി കൂടിയ മീഡിയത്തിലേക്കൂടെ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എയറിൽ കുറച്ചും കൂടി ഫ്രീ ആയി സ്പീഡിൽ ട്രാവൽ ചെയ്യാം, വെള്ളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഓരോ മീഡിയം എടുക്കുന്ന സമയത്തും ലൈറ്റിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ്.
The change in the speed of light causes change in direction of ray of light when it passes from one medium to another. നമ്മൾ ഈ കാറിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാറിൻ്റെ കാര്യം എന്താണോ പറഞ്ഞത് അതുതന്നെയാണ്. The change in speed of light causes change in direction of ray. ലൈറ്റിൻ്റെ സ്പീഡിൽ ചേഞ്ച് ഉള്ളത് കൊണ്ട് ഡയറക്ഷൻ ഓഫ് റേയിലും ചേഞ്ച് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഡീവിയേഷൻ വരാനുള്ള റീസൺ അല്ലെങ്കിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡിൽ വ്യത്യാസം വരുന്നതാണ് കാരണം. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. പല മീഡിയത്തിലും ലൈറ്റിൻ്റെ സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 × 10⁸ m/s ആണ് ലൈറ്റിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. വാക്വം അല്ലെങ്കിൽ എയറിൽ, വാട്ടറിലാണെങ്കിൽ കണ്ടോ 2.25 ഉള്ളൂ. ഗ്ലാസ് ആകുമ്പം വീണ്ടും കുറഞ്ഞു 2 ആയി. ഡയമണ്ട് ആകുമ്പം 1.25 ആയി. ഈ 10ൻ്റെ പവറൊക്കെ എന്താ 10⁸ തന്നെയാണ്. അതായത് ഈ നമ്പേഴ്സൊക്കെ കഴിഞ്ഞ് 8 zeros ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ വലിയ നമ്പറുകൾ തന്നെയാണ്, പക്ഷേ ചെറിയ ഡിഫറൻസ് ഇതിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഒരു സ്പീഡ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. 3 × 10⁸ m/s. വലിയ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാലും എല്ലാം നമുക്കത് ആവശ്യമായി വരും. The speed of light differs in various mediums due to the difference in their optical density. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് സ്പീഡിൽ വ്യത്യാസം വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഹ്യൂമൻ ബീങ്സ് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വെള്ളത്തിലേക്കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് കുറച്ച് കട്ടിയും ഡെൻസിറ്റിയും ഒക്കെ കൂടുതലാണല്ലേ എയറിനേക്കാളും. അതേപോലെ തന്നെ ഈ ഓരോ മീഡിയത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സ്പീഡിന് വ്യത്യാസം വരുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫേഴ്സ് ഇൻ വേരിയസ് മീഡിയംസ്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഓരോ മീഡിയത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് സ്പീഡിലും വ്യത്യാസം വന്നത്. ഓക്കെ, ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് റേയുടെ സ്പീഡിനെ ഒരു മീഡിയത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് ഒരു മീഡിയത്തിലേക്കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിനെ ആ മീഡിയത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുള്ളതിൻ്റെ മെഷർമെൻ്റാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് ഡെഫിനിഷനായിട്ട് പഠിച്ചു വെക്കണം. The speed of light will be lower in a medium of higher optical density. ഇവിടെ optical density has no relation with material density. അതായത് നമ്മൾ സാധാരണ ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ടല്ലേ, അതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് വേറെ തന്നെ ഒരു ടേമാണ്. ഒപ്റ്റിക്കലി ഡെൻസർ, ഒപ്റ്റിക്കലി റെയറർ. അത് ലൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ലൈറ്റിന് മാത്രം ഡെൻസർ, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ കേസിൽ മാത്രം റെയറർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, ഇനി അറേഞ്ച് ദ മീഡിയംസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡറിൽ നമുക്ക് ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഡെൻസിറ്റി കുറവുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ശരി, അപ്പോൾ എയറിന് ഏറ്റവും കൂടുതൽ, പിന്നെ ഏതിന് വരും? എയറിന് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എയറിന് വരും, പിന്നെ ഏതിനായിരിക്കും തോന്നുന്നു? നിങ്ങൾ സ്പീഡ് നോക്കിയാലും മതി കേട്ടോ. സ്പീഡ് എങ്ങനെയാണ് ഉള്ളത്? കുറഞ്ഞു വരുന്ന അല്ലേ മാക്സിമം സ്പീഡ്. ഇത് പിന്നെ കുറച്ച് കുറഞ്ഞു, പിന്നെ കുറച്ച് കുറഞ്ഞു, പിന്നെ കുറഞ്ഞു അല്ലേ, അങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ എയറിന് ശേഷം 2ാം സ്ഥാനത്ത് വാട്ടർ വരും, 3ാം സ്ഥാനത്ത് ഗ്ലാസ് വരും, ലാസ്റ്റ് നമ്മുടെ ഡയമണ്ട് വരും കേട്ടോ. സ്പീഡ് കൂടുതലുള്ളതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും,
സ്പീഡ് കുറവുള്ള മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുമായിരിക്കും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ? ഇത്ര വരെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ഒബ്ലിക്കലി വന്ന് വീഴുകയാണെങ്കിൽ അതിനൊരു ഡീവിയേഷൻ ഉണ്ട്, അതിൻ്റെ പാത്തിലൊരു ഡീവിയേഷൻ ഉണ്ട്, അത് സ്ട്രെയിറ്റായി മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ ഡീവിയേഷൻ വരാനുള്ള കാരണം ലൈറ്റിൻ്റെ സ്പീഡിലുള്ള വ്യത്യാസമാണ്. ഓരോ മീഡിയത്തിലേക്കൂടി ട്രാവൽ ചെയ്യുമ്പോഴും ലൈറ്റിൻ്റെ സ്പീഡിന് ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് റീസൺ. എന്തുകൊണ്ടാണ് ലൈറ്റിൻ്റെ സ്പീഡിന് ഡിഫറൻസ് വന്നത്? ഓരോ മീഡിയത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് സ്പീഡിൽ വ്യത്യാസം വന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം ആണെങ്കിൽ അതിലേക്കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പം അതിൻ്റെ സ്പീഡ് കുറയും, നേരെ തിരിച്ചും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫിനോമിനയായ റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അതേ ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നേരത്തെ പറഞ്ഞ അതേ ആക്ടിവിറ്റി അതിനെ നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാണ്. അതായത് ആദ്യം ഈ ഒരു പാത്രത്തിൽ വീക്കറോ എന്തോ ആവട്ടെ, ട്രഫ് അല്ലേ, ഇതിലെന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്ട്രോയോ പെൻസിലോ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ എവിടെ നിന്നാണോ ലൈറ്റ് വന്നത് ആ സ്ഥലത്താണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് എല്ലാ ഒബ്ജക്ട്സും ലൈറ്റ് സോഴ്സുകളായിരിക്കണം എന്നില്ലല്ലോ. അതായത് സ്വന്തമായി പ്രകാശം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല എല്ലാ ഒബ്ജക്റ്റും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സണ്ണെന്നോ ട്യൂബ് ലൈറ്റെന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലുള്ള ലൈറ്റ് അതിൻ്റെ മേലെ വീണ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ എന്ത് ചെയ്യും, എവിടെ നിന്നാണോ ലൈറ്റ് വന്നത് അവിടെയാണ് നമ്മൾ കാണുക. അപ്പോൾ നോക്കിയേ, ഇവിടെ നിന്നൊക്കെ ലൈറ്റ് റേസ് ഇങ്ങനെ അല്ലേ, എല്ലാ സ്ഥലത്തും അല്ലേ, ഒരുപാട് എണ്ണാൻ പറ്റാത്തത്രയും ലൈറ്റ് റേസ് ഇതിൽ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് എല്ലാ ലൈറ്റ് റേസിനെയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ലൈറ്റ് റേസിനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ടിപ്പിലെ ലൈറ്റ് റേസിനെ മാത്രമേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിലുള്ള കംപ്ലീറ്റ് ലൈറ്റ് റേസിനെയും കൺസിഡർ ചെയ്ത് പറയാൻ നിന്നാൽ നമുക്കിവിടെ ഫിഗർ വരക്കാനും ബുദ്ധിമുട്ടാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടിപ്പിലുള്ളത് മാത്രം കൺസിഡർ ചെയ്യുന്നു. കാരണം ടിപ്പ് ഒരറ്റമാണ്, ഇതിനകത്തുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ വീണ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണിലേക്ക് പോകുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക, എവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത് എന്നറിയാൻ എന്താ ചെയ്യേണ്ടത്? ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നിന്നല്ലേ വന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പെൻസിലിനെ കാണും. ക്ലിയർ ആണല്ലോ? ഇനി വെള്ളത്തിൽ വെച്ച പെൻസിലാണിത്. അപ്പോൾ വെള്ളത്തിലുള്ള പെൻസിലാണെങ്കിൽ ഇതാ വെള്ളത്തിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് കണ്ടോ, ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ വളഞ്ഞിട്ടാണ് കണ്ണിലേക്ക് പോയത്. കണ്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് കണ്ണിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള വളവുകൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്നത് എന്താ, ഈ ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ആയിട്ട് എവിടുന്നോ വന്നതാണ് എന്നാണ് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുക. അപ്പോൾ അതേതാ പൊസിഷൻ എന്നറിയാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് മുതൽ വളവാണല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണിലേക്കെത്തിയ ഈ ലൈറ്റ് റേനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ താഴേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, താഴേക്ക് നീട്ടി വരക്കുക. ഈ 2 ലൈറ്റ് റേ നീട്ടി വരക്കുമ്പോൾ ഇവിടെ അത് ഓട്ടോമാറ്റിക്കലി കൂട്ടിമുട്ടും. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ ആ മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്നാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് വന്നത് എന്ന് നമ്മുടെ ബ്രെയിനിന് തോന്നും. ആക്ച്വലി അങ്ങനെയല്ല, പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്നാണ് ലൈറ്റ് റേ വന്നതെന്ന് തോന്നും. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണോ ലൈറ്റ് റേ വന്നത് അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്താ തോന്നുന്നത്, ഇവിടെ നിന്നാണ് ലൈറ്റ് റേ വന്നത് എന്നല്ലേ. അപ്പോൾ ഈ ടിപ്പിനെ നമ്മൾ ഇവിടെ കാണും. അതേപോലെ ഓരോ പോയിൻ്റ് എടുത്ത് നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തുന്നവരെ എന്ത് സംഭവിക്കും, എല്ലാത്തിനും കുറച്ച് ഇങ്ങനെ ഉയർച്ചയുള്ളതുപോലെ തോന്നും അല്ലേ. എല്ലാ പോയിൻറ്റും വേറെ സ്ഥലത്തായിട്ട് തോന്നും. ഇനി എന്ത് ചെയ്യുക, ഇതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെൻസിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വളവ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈറ്റ് റേയുടെ ഡയഗ്രാം. Then, is there a deviation for the ray of light falling on the eye from the point B of the straw
ബിഫോർ pouring the water. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് എന്തില്ല, ഡീവിയേഷൻ ഇല്ലായിരുന്നു. പക്ഷെ വെള്ളം ഒഴിച്ചപ്പോഴാണ് ഡീവിയേഷൻ വന്നത്. ഓക്കെ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്, അതായത് രണ്ട് തരം മീഡിയം വേണമെന്നർത്ഥം, ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയംസ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ദിസ് ഈസ് അവർ മെയിൻ പോയിൻറ്റ്. അതായത് ലൈറ്റ് ഒബ്ലിക്കലി ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ സർഫസ് ഓഫ് സെപ്പറേഷൻ, അതിൻ്റെ ഇടയിൽ വരുന്ന മീറ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, സെപ്പറേഷൻ, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ലൈറ്റിൻ്റെ പാത്തിലൊരു ഡീവിയേഷൻ ഉണ്ടാവുന്നു. ആ ഫിനോമിനനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞിരുന്നു എന്താന്ന്. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻ ടേൺ റിലേറ്റഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. അപ്പോൾ നമ്മളിനി ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്നുള്ള കാര്യം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.